ഫുഡ് ആൻഡ് ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു മഷ്റൂം പുലാവ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മഷ്റൂംസ് ഒത്തിരി ന്യൂട്രീഷ്യസ് വാല്യൂസ് ഉള്ളതാണ്. അത് നമ്മുടെ നിത്യപാചകത്തിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് മഷ്റൂംസ്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഒരു ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം. ഞാനിവിടെ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു കഷ്ണം മതി. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ജിഞ്ചർ പേസ്റ്റ് ആണെങ്കിലും ഓക്കെയാണ്. ഫുൾ ഇഞ്ചി എടുക്കാൻ പറ്റുവാണെങ്കിൽ അതിന് കൂടുതൽ ഗുണകരമായിരിക്കും. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്, ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില. പിന്നെ പുതിനയില. മല്ലിയിലയിലേക്കാളും കുറച്ചധികം പുതിനയില എടുക്കണം. പുതിനയുടെ ടേസ്റ്റാണ് നമുക്കിതിൽ കുറച്ചൊന്ന് മുന്തി നിൽക്കേണ്ടത്. പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളകാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക്, ഒരു നിങ്ങളുടെ എരിവിന് പച്ചമുളക് കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതിനുശേഷം മഷ്റൂംസ് റെഡിയാക്കി വെക്കുക. നമുക്ക് ഏത് ടൈപ്പ് മഷ്റൂംസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഇതുപോലത്തെ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു പാൻ എടുത്ത് അത് നന്നായിട്ട് ചൂടാകുമ്പം അതിലേക്ക് എണ്ണ എടുക്കുക. നിങ്ങൾ സാധാരണ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണോ അതെടുക്കുക. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ ഒലിവ് ഓയിൽ ആഡ് ചെയ്യുന്നു. ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളിയിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ചെറിയ കഷ്ണങ്ങളാക്കിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ്, സാധാരണ ഇടുന്നത് പോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായി വഴറ്റി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ തക്കാളി കുറച്ച് നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായി പഴുത്ത തക്കാളി ആകുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. അത് നന്നായിട്ട് സോട്ട് ചെയ്ത് എടുക്കുക. ഇനി ഇതിന് ശേഷം ഇത് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മസാലകൾ ആഡ് ചെയ്യാം. നമ്മളിവിടെ ഹോൾ സ്പൈസസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ പൊടികൾ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, എല്ലാം നിങ്ങളുടെ എരിവിന് അനുസരിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ മസാലയിൽ പച്ചമുളക് അരയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് മുളക് പൊടി ആഡ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. എരിവ് അധികം വേണ്ടാത്തവർ കുറച്ച് ആഡ് ചെയ്യാം. മല്ലിപ്പൊടി കുറച്ചധികം ആഡ് ചെയ്യണം. നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കുറച്ച് ആഡ് ചെയ്തതിനേക്കാളും കൂടുതൽ വേണം നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്യാൻ. മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഇതൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടുന്ന രീതിയിലേക്ക് കുക്കായി വരാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കുക. കുക്കിംഗ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പുലാവാണ് മഷ്റൂം പുലാവ്. മാത്രമല്ല ഇത് വളരെ ന്യൂട്രീഷ്യസുമാണ്. ഉള്ളിയും തക്കാളിയൊക്കെ കുറച്ചൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മഷ്റൂംസ് ആഡ് ചെയ്യണം. മഷ്റൂംസ് വേവ് വളരെ കുറവാണ്. കാരണം നമ്മളിത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ആദ്യം ഇത് പൊങ്ങി നിൽക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് വേവുകയും ചെയ്യും. നമ്മളിന്ന് ഇത് മഷ്റൂം പുലാവ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ റൈസ് കുക്കറിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫുള്ളായിട്ട് വേവണമെന്നില്ല. കാരണം ഇത് റൈസ് കുക്കറിൽ റൈസും കൂടി ഇടുമ്പം അതിൻ്റെ കൂടെ നന്നായിട്ട് വെന്തോളും. അതുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി. മഷ്റൂം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ഒരുപാട് വേവിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അമർന്ന് കിട്ടുന്ന വരെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ പീസാണ്. ഞാൻ നേരത്തെ ഇവിടെ കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഈ മഷ്റൂംസൊക്കെ ഒന്ന് ഉടഞ്ഞു പോവും. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രീൻ പീസ് ആഡ് ചെയ്യാം. ഗ്രീൻ പീസും അധികം വേവില്ലാത്ത ടൈപ്പ് ഗ്രീൻ പീസാണ്. അതുകൊണ്ട് ഇത് ഒരുപാടങ്ങ് വേവേണ്ട ആവശ്യമില്ല. ഗ്രീൻ പീസ് ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുക. ഗ്രീൻ പീസും മഷ്റൂമും ഒന്ന് മിക്സായി വരുമ്പം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ മസാല ഉണ്ടല്ലോ, മല്ലിയിലയും പുതിനയൊക്കെ ഇല്ല, അതും കൂടെ ഒന്നിട്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. കാരണം ഇതിൽ നിന്നൊക്കെ വെള്ളം വരും. മഷ്റൂംസിൽ നിന്ന് വെള്ളം വരും, തക്കാളിയിൽ നിന്ന് വെള്ളം വരും, പിന്നെ നമ്മൾ ഈ ആഡ് ചെയ്യുന്ന കുറച്ച് മസാല ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ വെള്ളം വരും. അതുകൊണ്ട് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായി അടച്ചു വെച്ച് ഇതൊക്കെ ഒന്ന് കുക്ക് ചെയ്യുന്നവരെ അടച്ചു വയ്ക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. ഒന്ന് ചേർന്ന് കിട്ടാൻ വേണ്ടി മാത്രം അടച്ചു വെച്ച് വേവിക്കുക. മഷ്റൂംസിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഹൈ വൈറ്റമിൻ ബി കണ്ടൻറ്റ് ഉള്ള ഒരു ഐറ്റമാണ്.
അതുകൂടാതെ തന്നെ ഇത് ക്യാൻസറിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി നല്ലതാണ്. വൈറ്റമിൻ ഡി ഉണ്ടാവുന്ന ഒരു ഐറ്റം കൂടിയാണ് മഷ്റൂംസ്. അതുകൊണ്ട് ഇത് ഡെയിലി നമ്മൾ നമ്മുടെ ഫുഡിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഇത് വേവുന്ന സമയത്ത് നമുക്കിതിന് വേണ്ട അരി എടുക്കാം. അരി നിങ്ങൾക്ക് ബസ്മതി റൈസ് വേണമെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം. ഇനി ബിരിയാണി റൈസ് എടുക്കണമെങ്കിൽ അതെടുക്കാം. മറ്റേ ഒന്നുമില്ലെങ്കിൽ വെറും പച്ചരി എടുത്താലും മതി. പച്ചരി ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. അരി നന്നായി കഴുകി അത് ഒന്ന് വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് ഈ അടച്ചു വെച്ചത് തുറന്ന് നോക്കാം. ഇത് നോക്കുമ്പോൾ കാണാം ഇതിനകത്തേക്ക് എത്രത്തോളം വെള്ളം വന്നിട്ടുണ്ടെന്ന്. ഈ വെള്ളം നമ്മൾ അധികം അങ്ങനെ കളയുന്നില്ല. ഈ വെള്ളം തന്നെയാണ് നമ്മൾ റൈസ് കുക്കാവാൻ വേണ്ടി എടുക്കുന്നത്. എത്ര ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അതിന് ഇരട്ടി വെള്ളം ആണ് പൊതുവെ നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ എടുക്കുക. അപ്പോൾ ഇതിലുള്ള വെള്ളം കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വെള്ളത്തിൻ്റെ അളവെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്നിത് റൈസ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ വെന്ത സാധനം നമ്മളിതിൽ റൈസ് കുക്കറിൻ്റെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കഴുകി വെച്ച അരി ആഡ് ചെയ്യാണ്. അരി ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആവശ്യമായ വെള്ളവും കൂടെ ആഡ് ചെയ്ത് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിൻ്റെ ഉപ്പ് എത്ര വേണമെന്നുള്ളതും കൂടെ നോക്കണം. അരി ആഡ് ചെയ്ത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ഒഴിച്ചതിന് ശേഷമാണ് നമ്മളിത് റൈസ് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ്. മഷ്റൂം പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.